പ്രിയപ്പെട്ടവർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ ചിന്താധാരകൾ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ ആയിരക്കണക്കിന് ഋഷീശ്വരന്മാര് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വിഷയങ്ങളിൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. മാനവരാശിയുടെ സമഗ്രമായ പ്രശ്നങ്ങൾക്ക് ഇതിലെവിടെയെങ്കിലും പ്രശ്ന പരിഹാരമുണ്ടാകാതിരിക്കില്ല. മഹാഭാരതം എഴുതി കഴിഞ്ഞ സമയത്ത് വ്യാസൻ രചിച്ച മഹാഭാരതത്തെക്കുറിച്ച് പറയാറുണ്ട്, ലോകത്തിൽ എവിടെ എന്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതിലെല്ലാത്തിനെയും കുറിച്ചുള്ള വിവരണം മഹാഭാരതത്തിൽ ഉണ്ടാവാണ്ടിരിക്കില്ല. ഒരുപക്ഷെ മഹാഭാരതത്തില് പറഞ്ഞിരിക്കുന്ന എല്ലാം ലോകത്തിൽ ഉണ്ടാവണമെന്നില്ല, ലോകത്തിലുള്ളതെല്ലാം മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ വളരെ രസമായിട്ടുള്ളൊരു വരിയാണത്. ലോകത്തിലുള്ളതെല്ലാം മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ മഹാഭാരതം 1,25,000 ശ്ലോകങ്ങളും ഒന്ന് പദാനുപദം വായിച്ചാൽ മതിയാവും. പദാനുപദം വായിച്ചാൽ മതിയാകും എന്ന് ഞാൻ പറഞ്ഞത് വായിച്ചാൽ മനസ്സിലാക്കാൻ യോഗ്യതയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാണ്. വായിച്ചാൽ മനസ്സിലാകാത്ത ഒരാൾ മഹാഭാരതം വായിച്ചു എന്ന് വിചാരിക്കാം. ഇത്രയും വലിയ 10 വോളിയത്തിലെ മഹാഭാരതമുണ്ട്. ആ മഹാഭാരതത്തിനെ സംക്ഷിപ്തമാക്കിയിട്ട് 25 പേജിൽ എഴുതിയിരിക്കുന്ന മഹാഭാരതം ഉണ്ട്. അപ്പൊ പൂർണ്ണ മഹാഭാരതം, ഇതിഹാസമായ മഹാഭാരതം, അതേപോലെ ഇതിഹാസമായ രാമായണം, അതൊന്ന് വായിച്ചു നോക്കുമെന്ന് വിചാരിക്കാം. എന്നിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികൾ അതിൻ്റെ വരികൾക്ക് അകത്ത് അന്തർലീനമായിരിക്കുന്ന, അകത്തുള്ള എന്നർത്ഥം, ആ സന്ദേശം കൂടി ഒന്ന് എടുക്കാൻ നമുക്ക് സാധിക്കണം. ആ സന്ദേശം എടുക്കുകയാണെങ്കിൽ ഏത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ആത്മീയതയുടെ സ്പർശനം ഇല്ലാതെ തന്നെ ഏത് മതത്തിൽ, ഏത് ഇസത്തിൽ, ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്കും ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്ന ഉപദേശങ്ങളുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ ഏത് വരിയിലുമുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത. ഇനി ഈ വരികളെല്ലാം കമ്പൈൽ ചെയ്തിട്ട് മനുഷ്യ മനസ്സുകളുടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിതത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് പറയുന്ന മാനേജ്മെന്റ് ഗ്രന്ഥങ്ങൾ വേറെയുണ്ട്. അവിടെയുള്ള ആ നിർദ്ദേശങ്ങള്, ഉപദേശങ്ങള് വെറുതെ വായിച്ചാൽ മതി. ഇത് വിശകലനം ചെയ്യാൻ ഒരു കമന്ററിയും വേണ്ട. അത് അതേപോലെ പറയും. വളരെ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. മോശമായ വാക്കുകൾ ഒരിക്കൽ നാവിൽ നിന്ന് താഴെ വന്നാലും അത് മരിച്ചു പോകുന്നില്ല, തുടർച്ചയായി വളർന്നുകൊണ്ടേയിരിക്കുന്ന ചാണക്യൻ പറഞ്ഞത്. The foul words will never die once it is fallen down. It will grow continuously even though it has fallen down. താഴത്തേക്ക് വീണുപോയാൽ പോലും മോശമായ വാക്കുകള് വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഭർതൃഹരിയുടെ ഉപദേശ ശതകത്തിലെ വരികള്, ചാണക്യ നീതിസാരത്തിലെ വരികള്, ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന വിദുരോപദേശത്തിലെ വരികൾ, ഭീഷ്മോപദേശത്തിലെ വരികള്, യോഗവാസിഷ്ഠത്തിലെ വരികള്, ശുക്രനീതിസാരത്തിലെ വരികള്, രാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശത്തിലെ വരികള്, രാമൻ ഭരതന് കൊടുക്കുന്ന ഉപദേശത്തിലെ വരികള്, വിഭീഷണൻ രാവണന് കൊടുക്കുന്ന ഉപദേശത്തിലെ വരികൾ അനന്തമാണ്. അനന്തമായ മാനേജ്മെന്റ് പ്രത്യേകത, മാനേജ്മെന്റ് സന്ദേശങ്ങള് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് അതിനകത്ത് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ചെറിയ മനസ്സോ വലിയ മനസ്സോ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ആർത്തിഗഹനമായിട്ട് വിവരിച്ചുകൊണ്ട് വർഷങ്ങളും ഒരു പരിധി വരെ പറഞ്ഞാൽ ഒരു യുഗം വരെയും വിവരിച്ചു കൊടുക്കാനുള്ള അത്രയും അറിവ് ഇവിടെയുണ്ട്. ഒരു എക്സാജറേറ്റഡ് വാക്കാണ് ഞാൻ ഉപയോഗിച്ചതെന്ന് ധരിക്കരുത്. ഞാനൊന്ന് ആഗ്രഹിക്കേണ്ട ഈ വിദുര നീതിസാരത്തില്
485 ഉപദേശങ്ങൾ, 680 ഉപദേശങ്ങളുണ്ട്. 485 ഉപദേശങ്ങൾ പദാനുപദം ഒന്ന് വിവരിച്ചു കൊടുക്കണം. ഒരു 15 ഉപദേശം കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. സ്പീഡിൽ ഉപദേശിച്ചിട്ട്, സ്പീഡിൽ വിവരിച്ചിട്ടാണ് ഇത് കഴിഞ്ഞത്. അത് മഹാഭാരതത്തിന്റെ ഒരു ചെറിയ അംശം മാത്രമാണെന്ന് ഓർമ്മിക്കണം കേട്ടോ. അതായത് ധൃതരാഷ്ട്രർക്ക് തന്റെ മക്കളോട് മുൻവിധിയോടുകൂടി പാർഷ്യാലിറ്റി കാണിച്ചോ എന്ന് തോന്നിയ സമയത്ത് ധൃതരാഷ്ട്രരുടെ മനസ്സിലുണ്ടായ ദുഃഖം തീർക്കാൻ അനുജനായ വിതുരനോട് വരാൻ പറഞ്ഞ് കുറച്ചു സമയം വിതുരൻ ധൃതരാഷ്ട്രർക്ക് കൊടുത്ത ഉപദേശമാണ് വിതുരോപദേശം. അതിലെ 15 വരികള് ഒന്നല്പം ഭംഗിയായിട്ട് വിവരിച്ചപ്പോ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ശരിക്കൊന്ന് വിവരിച്ചിരുന്നെങ്കിൽ ഓരോ ഉപദേശവും 1 മണിക്കൂർ വീതം കൊടുക്കാനുണ്ട്, കുറഞ്ഞത് ഇന്നത്തെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട്. അതുകൊണ്ട് ഇത്രയും ഞാൻ നിങ്ങളോട് ആമുഖമായിട്ട് ഈ ഒരു പ്രഭാഷണ പരമ്പരയില് ക്ലാസ്സില് സൂചിപ്പിക്കാൻ കാരണം എന്താന്ന് വിചാരിച്ചാൽ, ഈ രാമായണത്തിലെ ഓരോ വാക്കുകളും, ഓരോ സംഭവവും, ഓരോ സന്ദർഭവും, അതിന് പങ്കെടുക്കുന്നവരുടെ വികാരങ്ങളും വിചാരങ്ങളും അവര് പറയുന്നതും അഭിമുഖീകരിക്കുന്നതുമായ മാനസികാവസ്ഥയും എല്ലാം ഞാനും നിങ്ങളും ഒക്കെ ആയിരുന്നു അത് അഭിനയിക്കുന്നതെങ്കിൽ നമ്മളിലും ഉണ്ടാകുന്നത് തന്നെയാണ്. ഇന്നും അത് നമ്മളിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് ആ രാമായണത്തിലെ മാനേജ്മെന്റ് മെസ്സേജ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂര്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, ബാംഗ്ലൂര്, ഇവിടെ എല്ലാം മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നും ഓർമ്മിക്കാനുള്ളത്, നമ്മൾ വായിച്ചാൽ പോരാ, കേട്ടാൽ പോരാ, ഒന്ന് വിശകലനം ചെയ്യാനുള്ള വലിയ മനസ്സുകൂടി നമുക്ക് ഉണ്ടായാലാണ് ഈ കേൾക്കുന്നതിന്റെ പ്രയോജനം നമുക്കുണ്ടാവുക. ഒരു ജീവിതഗന്ധിയായ സന്ദേശങ്ങളുടെ ആകത്തുക നമ്മളുടെ ജീവിതത്തെ സുഗന്ധപൂരിതമാക്കാൻ ഈ സന്ദേശങ്ങളെല്ലാം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം, നമസ്കാരം.